ഇത് ഫ്രീ മീഡിയ കേരള. ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത്ത് വി ഗോപാൽ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബംഗാളിൽ CPM-ൻ്റെ തിരിച്ചുവരവ് സാധ്യമാണോ എന്നുള്ള കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ബംഗാളിലെ വോട്ട് നോക്കുകയാണെങ്കിൽ CPM-ൻ്റെ വോട്ടുകൾ മുഴുവൻ, അല്ലെങ്കിൽ CPM-ൻ്റെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകൾ മുഴുവൻ, ആ വോട്ടുകൾ മുഴുവൻ മമതയെ തോൽപ്പിക്കണം എന്ന കാരണം കൊണ്ട് ഫുള്ളി മുഴുവൻ BJP-ക്ക് പോകാൻ തുടങ്ങി. അതോടുകൂടിയാണ് CPM-ൻ്റെ വോട്ട് ബാങ്കിന് അവിടെ പതനമുണ്ടായത്. സത്യം പറഞ്ഞാൽ അതായത് CPM-നൊരു ശക്തമായ വേരോട്ടമുള്ളൊരു സ്ഥലമാണ് ബംഗാൾ. അപ്പം അതുകൊണ്ട് ഇപ്പം അവിടുത്തെ പാർട്ടി നേതൃത്വം അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായൊരു മത്സരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഇത്രയും നാൾ ഈ ഒരു 2 ടൈമായിട്ട് BJP-ക്ക് അവിടെ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ തിരിച്ച് CPM-ലേക്ക് വരാനും CPM ശക്തി അറിയിക്കാനുമുള്ള എല്ലാവിധ കാരണങ്ങളും ഇപ്പോൾ ബംഗാളിൽ തുടങ്ങി വെച്ചിരിക്കുകയാണെന്ന് തന്നെ പറയാം. എൻ്റെ ഒരു അനുമാനം വെച്ച് നോക്കാനാണെങ്കിൽ CPM കൊണ്ട് ഒരു 10 സീറ്റിലും മിനിമം മേടിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. അവിടെ അപ്പോൾ ഇല്ലാതാകാൻ പോകുന്നത് BJP ആണെന്ന് പറയേണ്ടി വരും. കാരണം CPM വോട്ട് ബലത്തിലാണ് അവിടെ BJP പോകുന്നത് തന്നെ. BJP-ക്ക് വ്യക്തമായൊരു വോട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ബംഗാൾ. ഈവൻ 2ാമത് സീറ്റൊക്കെ കിട്ടിയാലായി എന്നുള്ള ലെവലിൽ നിൽക്കുന്ന സ്ഥലമാണ് ബംഗാൾ. അവിടെ CPM ശക്തി കൊണ്ടുവരികയാണ്. മമത എതിർക്കാൻ ഞങ്ങൾക്കേ പറ്റുള്ളൂ എന്നുള്ള ലെവലിലോട്ട് കാര്യങ്ങൾ വരികയാണെങ്കിൽ 100% നിങ്ങൾ ഉറപ്പിച്ചോ, അവിടെ CPM-ന് ഒരു തിരിച്ചുവരവ് എന്താണെന്ന് കാണാൻ പറ്റും. ടോട്ടൽ CPM ഇത്തവണ ഒരു ശക്തി അറിയിക്കാനുള്ള സാധ്യതകളുണ്ട്. CPM-ൻ്റെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് കേരളത്തിൽ CPM-ന് ഒരു 10 സീറ്റ് അടുത്ത് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അത് വ്യക്തമായ കാരണങ്ങൾ 1-2 ആണ്. ഒന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആരും മുസ്ലിം ഇല്ല. അപ്പം SDPI പോലുള്ള സംഘടനകൾ മുഴുവൻ ഇത്തവണ അവർക്കെതിരായിട്ട് നിൽക്കാനുള്ള സാധ്യതകളുണ്ട്. ഒരു 10-70 അവർക്കൊരു എനിക്ക് തോന്നുന്നു 5-6-7% വോട്ടുകൾ ഉള്ളൊരു സംഘടനയാണ് SDPI, വെൽഫെയർ പാർട്ടി തുടങ്ങിയ പാർട്ടികളൊക്കെ. അവർ വോട്ടുകൾ ഏകീകരിച്ച് ആ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ച് CPM-ലേക്ക് പോവുകയാണെങ്കിൽ CPM-ന് 10 സീറ്റ് എന്തായാലും ജയിക്കാൻ സാധിക്കും. പിന്നെ കഴിഞ്ഞ തവണ ഒരു 19 സീറ്റ് ജയിച്ചത് ഒരു ആൻറ്റി ഇൻകംബൻസി അവർക്കെതിരെ വരാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. അങ്ങനെ പലയിടത്തും ഇപ്പോൾ ആലത്തൂരാണേലും ആറ്റിങ്ങലാണേലും പാലക്കാടാണെങ്കിലും അതിനൊക്കെ സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ CPM-ൻ്റെ എല്ലാ സീറ്റുകളും ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് മത്സരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ എങ്ങനെ ഒരു 10 സീറ്റ് മിനിമം എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഒരു 5 സീറ്റിൽ ഉറപ്പായിട്ടും ഒരു 5 സീറ്റിൽ നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ CPI-യുടെ കാര്യം നോക്കുകയാണെങ്കിൽ CPI 4 സീറ്റിൽ നല്ല ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. മാവേലിക്കരയിൽ അരുൺകുമാർ, AYF നേതാവ്, അതുപോലെ തന്നെ പന്നിൻ രവീന്ദ്രൻ തിരുവനന്തപുരം, ആനി രാജ വയനാട്, സുനിൽകുമാർ തൃശ്ശൂരൊക്കെ നല്ല ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണ്. സുരേഷ് ഗോപിയേക്കാൾ മികവുള്ളൊരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ എന്തിരുന്നാലും പുള്ളി വോട്ട് പിടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല. ഇതോടുകൂടി സുരേഷ് ഗോപിയുടെ ഒരു അധ്യായം അടഞ്ഞു പോകാനാണ് സാധ്യത. പ്രതാപനും കൂടെ വരുമ്പോൾ പ്രതാപനും സുനിൽകുമാറുമായിട്ട് മാറും മത്സരം. അപ്പം എന്താണ് നമുക്കത് കാത്തിരിക്കാം. അതുപോലെ തെലങ്കാനയിൽ ഇപ്പം കോൺഗ്രസായിട്ട് സഖ്യം വെച്ചിട്ടുണ്ട്. എങ്ങനെയാലും 2 സീറ്റ് കൊടുക്കാനാണ് സാധ്യത. 2-ൽ 1 സീറ്റ് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ബീഹാറിൽ 2 സീറ്റ് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ 1 സീറ്റ് മത്സരിക്കും. ടോട്ടൽ എൻ്റെ ഒരു കണക്കൂട്ടൽ വെച്ച് CPM-ന് ഒരു 20+ സീറ്റ് ഇത്തവണ നേടാനുള്ള സാധ്യതയുണ്ട്. CPI ഒരു 3 നേടാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ പിന്നെ പറയാനാണെങ്കിൽ തമിഴ്നാട്ടിൽ 2 സീറ്റ് CPI-ക്കും CPM-നും ഉണ്ട്. അപ്പം അതെന്താണെങ്കിലും ജയിക്കും. കാരണം DMK അതുപോലെ DMK ആയിട്ട് ആണ് അവിടെ അവർ ഇത് വെച്ചിരിക്കുന്നത്. അപ്പം അത് എന്തായാലും ജയിക്കും. ആ കൂടെ തന്നെ ഇതും നേടുകയാണെങ്കിൽ CPI-യുടെ ശക്തമായൊരു തിരിച്ചുവരവും CPM കുറച്ചുകൂടി സ്ട്രോങ് ആകുകയും സാധിക്കും. ഇന്ത്യൻ മുന്നണിക്ക് കുറച്ചുകൂടെ ഒരു കരുത്തുള്ള ഒരു നേതൃത്വം ഉണ്ടാകാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ തന്നെ ബേസിക്കലി പറയാനാണെങ്കിൽ ബാക്കിയുള്ള സ്റ്റേറ്റുകളിലൊക്കെ വോട്ട്സ് ഉണ്ടെങ്കിലും ഒരു വ്യക്തമായൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. ഈവൻ ഇപ്പം BJP ആണെങ്കിലും ഏതൊരു പാർട്ടി ആണെങ്കിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
കോൺഗ്രസിനെ കൊണ്ട് ഇത് കൂട്ടിയെ കൂടില്ല എന്ന ലെവലിലോട്ടുള്ള ഒരു പ്രചരണമാണ് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ഫലവത്താവും അറിയത്തില്ല. എന്നാലും കേരളത്തിൽ BJP ഒരു സീറ്റ് നേടുക എന്നൊക്കെ പറഞ്ഞാൽ അത് അസാധ്യമായ കാര്യമാണ്. അന്ന് പിന്നെ ജയിച്ചത് രാജഗോപാൽ എന്നൊരു വ്യക്തിപ്രഭാവം, പുള്ളിയുടെ വ്യക്തിപ്രഭാവം, പിന്നെ പുള്ളി ഇത്രയും നാളെ ജയിച്ചാലെന്നൊക്കെ വെച്ചുകൊണ്ട് ജയിച്ചാണ്. പക്ഷെ അന്ന് ഒരു തവണ കൊടുത്തപ്പോൾ തന്നെ അവരെ നിലത്ത് നിൽക്കാതെ ഇവിടെ കിടന്ന് കാണിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലോട്ടാണ് കാര്യങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അപ്പോൾ CPM ഒരു 20 സീറ്റും CPI ഒരു 6 സീറ്റും നേടാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ. അതാണ് എൻ്റെ ഒരു വിശകലനം. ബാക്കി നമുക്ക് കാണാം. എന്താണ് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ, ബാക്കി നേരിൽ കാണാം. അപ്പം എല്ലാവർക്കും ഒരു അടിപൊളി ബൈ.